ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പ്രത്യേക പഠന പരമ്പരയുടെ 49ാമത്തെ അവതരണത്തിലാണ്. നമ്മുടെ പഠന വിഷയം റോമർക്കെഴുതിയ ലേഖനം. റോമർക്കെഴുതിയ ലേഖനത്തിൽ നിന്നുള്ള 49ാമത്തെ പഠനം. റോമലേഖനം 2-ാം അധ്യായത്തിലാണ് വളരെ സുപ്രധാനമായ 2 വാക്യങ്ങൾ. റോമലേഖനം 2-ാം അധ്യായത്തിൻ്റെ 28-29 വേദഭാഗങ്ങൾ യഹൂദ ജനത്തോടുള്ള പൗലോസിൻ്റെ കുറ്റാരോപണ പ്രക്രിയയിൽ ഉപസംഹരിച്ചുകൊണ്ട് പൗലോസ് അവതരിപ്പിക്കുന്ന 2 സുപ്രധാന വാക്യങ്ങൾ. ഇതുവരെ പൗലോസ് അവരോട് പറഞ്ഞതിൻ്റെ ഉള്ളടക്കം ഈ 2 വേദഭാഗത്തിൽ കാണാൻ കഴിയും. പൗലോസ് വ്യക്തമായിട്ട് അവരോട് പറഞ്ഞു. ഒരിക്കൽ കൂടെ വായിക്കട്ടെ. റോമർ 2:28-29. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ പുകഴ്ച ലഭിക്കും. ഇന്ന് നാം ജീവിക്കുന്ന പുതിയ നിയമ പശ്ചാത്തലത്തിലുള്ള പുതിയ നിയമ ദൈവ പൈതൽ, പുതിയ നിയമ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും ഇതിൻ്റെ അന്തരാത്മാവ്, ഇതിൻ്റെ ഉള്ളടക്കം പ്രസക്തമാണ്. പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തു. ബാഹ്യമായിട്ടുള്ള യാതൊന്നും ഒരുവനെ ദൈവപൈതലാക്കുന്നില്ല. അനേകം ആൾക്കാർ ഈ വേദഭാഗത്തെ ദുരുപയോഗിച്ചിട്ടുണ്ട്. ഒരു കൂട്ടർ ഈ വേദഭാഗം എടുത്തുകൊണ്ട് അവർ പഠിപ്പിക്കുന്നത് പുറമേ എന്ത് സംഭവിച്ചാലും പ്രശ്നമല്ല, ഉള്ളിൽ ശരിയായാൽ മതി. പുറമേ നമ്മൾ പല കർമ്മങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും അല്ലെങ്കിൽ ദൈവവചനം പ്രകാരമുള്ള അനുസരണവും നമുക്കില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ഹൃദയവും മനസ്സും നേരായിട്ടിരുന്നാൽ മതി. അവരുടെ ചിന്ത ഏതാണ്? ആത്മാവ്, ദൈവവചനത്തിൻ്റെ ആത്മാവിനെ പിൻപറ്റുക, അല്ലാതെ മറ്റൊന്നും ചിന്തിക്കണ്ട. യഥാർത്ഥമായ മോട്ടിവേഷൻ, പ്രചോദനം, ഹൃദയം ശരിയായിട്ടിരുന്നാൽ മതി. ബാഹ്യമായുള്ളത് ദൈവം പരിഗണിക്കുന്നില്ല എന്ന ധാരണ തെറ്റാണ്. പൗലോസ് അങ്ങനെ ഒരിക്കലും പറഞ്ഞില്ല. പഴയ പദ്ധതി പ്രകാരം നിങ്ങൾ പുറമേ പരിശീലനം ഏറ്റില്ലേലും കുഴപ്പമില്ല എന്നല്ല പറഞ്ഞത് പൗലോസ്. വ്യക്തമായൊരു യഹൂദ ബാല്യൻ അല്ലെങ്കിൽ 8ാമത്തെ വയസ്സിലെത്തുമ്പോൾ ഒരു ശിശു സ്നാനമേൽക്കണം എന്നുള്ളത് ദൈവകൽപ്പനയാണ്, ഉടമ്പടിയുടെ നിയമമാണ്. ഇപ്പോൾ പൗലോസ് ഈ വേദഭാഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ബാഹ്യമായതുകൊണ്ട് മാത്രം ഒന്നുമായില്ല. ബാഹ്യമായിട്ടൊരനുസരണം, പരിച്ഛേദന എന്നൊരു അനുസരണം സ്വീകരിച്ചതുകൊണ്ട് മാത്രം ഒന്നുമായില്ല. അത് വേണ്ടെന്നല്ല, അതല്ല പ്രാധാന്യം. ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ് പ്രാധാന്യം. അത് യിരെമ്യാപ്രവചനൻ്റെ പുസ്തകത്തിലും പഴയത്തിലെ പല പുസ്തകങ്ങളിലും പ്രവാചകന്മാരുടെ നേരിട്ട് ദൈവം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പരിച്ഛേദന വേണ്ടെന്നല്ല പൗലോസ് പറഞ്ഞത്. പുറമേയുള്ളത് നോക്കണ്ട, അകത്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നല്ല പറഞ്ഞത്. പുറമേയുള്ളതും ആവശ്യമാണ്, പക്ഷേ പ്രാധാന്യം അകത്ത് ഒരു പരിച്ഛേദന ഉണ്ടായിരിക്കണം. എന്താണെന്ന് നമുക്ക് മുന്നോട്ടുള്ള പഠനങ്ങളിൽ കാണാൻ കഴിയും. മറ്റു ചിലരെ സംബന്ധിച്ച് റോമലേഖനം 2-ാം അധ്യായം 28-29 വേദഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവ പദ്ധതിയിൽ സ്നാനത്തിൻ്റെ ആവശ്യകതയെ ആക്രമിക്കാൻ ശ്രമിക്കും. ദൈവ പദ്ധതി പ്രകാരമാണ് സ്നാനമെന്ന കൽപ്പന ദൈവം മനുഷ്യർക്ക് നൽകിയത്. ഈ വേദഭാഗം എടുത്തുകൊണ്ട് അതിനെ ആക്രമിക്കാൻ ശ്രമിക്കാറുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഈ വേദഭാഗത്തിൽ സ്നാനമെന്ന വിഷയമല്ല പരാമർശിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ധാരണ, വ്യാഖ്യാനം ഈ വിഷയത്തെ അല്ലെങ്കിൽ ഈ 2 വാക്യങ്ങൾ എടുത്തുകൊണ്ട് സ്നാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ സംശയമുണർത്തുന്നു. ഈ വേദഭാഗത്ത് സ്നാനത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇപ്പം നമ്മൾ ബൈബിളിലെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വേദഭാഗത്തെ നാം കണ്ടെത്തി പഠിക്കണം. അപ്പോൾ മാത്രമേ വിഷയത്തെ പറയാൻ പറ്റുള്ളൂ. ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലാത്തൊരു വേദഭാഗം എടുത്തുകൊണ്ടല്ല ആ വിഷയത്തിൻ്റെ വ്യാഖ്യാനം നൽകേണ്ടത്. പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സ്നാനമെന്ന ദൈവീക കൽപ്പനയെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നറിയണമെന്നുണ്ടെങ്കിൽ റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 7 വരെയോ, ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങളോ, അങ്ങനെ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വേദഭാഗം വിശദമായി പഠിക്കണം. അല്ല, റോമലേഖനം 2-ാം അധ്യായം 28-29 അല്ല സ്നാനത്തെക്കുറിച്ച് പഠിക്കാനുള്ള വേദഭാഗം. ആ വേദഭാഗം എടുത്തുകൊണ്ട് സ്നാനത്തിന് വിരോധമായി സംസാരിക്കുന്നത് അടിസ്ഥാനമില്ലാത്ത ഒരു പ്രവൃത്തിയാണ്. എന്നിരുന്നാലും പല ആൾക്കാരും ഈ 2 വേദഭാഗം എടുത്ത് സ്നാനത്തിൻ്റെ പ്രാധാന്യത്തെ തകർക്കാൻ ശ്രമിക്കാറുണ്ട്.
സാധാരണ ഉപയോഗിക്കുന്ന വാദഗതി. കാരണം അക്ഷരവും ആത്മാവും, അക്ഷരത്തിലല്ല കാര്യം, ആത്മാവിലാണ് കാര്യം. സ്നാനമേറ്റില്ലെങ്കിലും ഉള്ളം ശരിയായാൽ മതി, ശരിക്കൊരു ജീവിതം ജീവിച്ചാൽ മതി എന്ന വാദഗതികൾ ഉയർത്താറുണ്ട്. അപ്പോൾ ഈ സ്നാനമെന്ന് പറയുന്നത് അക്ഷരത്തിൻ്റെ കാര്യങ്ങളാണ്. അതിന് വലിയ കരുതൽ കൊടുക്കേണ്ട. ആത്മാവ്, അതായത് ഹൃദയം നേരുള്ളതായി സൂക്ഷിക്കുക, ദൈവമുമ്പിൽ ഹൃദയത്തെ നേരായ നിലയിൽ സൂക്ഷിക്കുക, അതാണ് പ്രാധാന്യമെന്ന് ഇക്കൂട്ടർ വാദിക്കുന്നു. അവരുടെ ഉപസംഹാരത്തിൽ അപ്പോൾ ഒരാൾ സ്നാനപ്പെട്ടാലും ഇല്ലെങ്കിലും അത് വലിയ പ്രാധാന്യമുള്ള സംഗതിയല്ല. പ്രാധാന്യം അവൻ്റെ ഹൃദയത്തിൻ്റെ ശരിയായിട്ടുള്ള അവസ്ഥയാണ്. സ്നാനത്തിൻ്റെ ആവശ്യമില്ല എന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അത് വചനവിരുദ്ധമാണ്. കാരണം അതിനെക്കുറിച്ച് ഒരു പരാമർശനമോ 28-29 വാക്യങ്ങളിൽ സ്നാനത്തെക്കുറിച്ചില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഉപസംഹാരം ഈ വാക്യത്തിൽ നിന്ന് എടുത്ത് സ്നാനത്തെ തകർക്കേണ്ട കാര്യമില്ല. അത് വചനം ദുരുപയോഗിക്കുകയാണ്, കോട്ടിക്കളയുകയാണ്. ഇപ്പോൾ റോമലേഖനം 6-ാം അധ്യായം നമ്മൾ വിശദമായി പഠിക്കുമ്പോൾ പൗലോസ് സ്നാനത്തിൻ്റെ സുപ്രധാന പങ്കിനെക്കുറിച്ച്, മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിൽ സ്നാനമെന്ന ദൈവിക കൽപ്പനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് റോമലേഖനം 6-ാം അധ്യായത്തിൽ സംസാരിക്കും ദൈവം. മറ്റു ചിലർ ഈ വേദഭാഗം എടുത്തുകൊണ്ട് പരിച്ഛേദനയും സ്നാനവും തമ്മിലുള്ള ബന്ധമുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിലെ പരിച്ഛേദനയാണ്, പുതിയ നിയമത്തിലെ സ്നാനമെന്ന് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ വാദഗതി ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക. യഹൂദ കുടുംബത്തിൽ ഒരു ശിശു ജനിച്ചു, ഒരു ആൺകുട്ടി ജനിച്ചു, അതുകൊണ്ട് അവൻ യഹൂദനായി പരിഗണിക്കപ്പെടുന്നു. 8-ാം നാളിൽ അവൻ പരിച്ഛേദന ഏൽക്കുന്നു. അടയാളം അല്ലെങ്കിൽ മുദ്ര, താൻ യഹൂദനാണ് എന്നുള്ള അടയാളവും മുദ്ര. റോമലേഖനം 4:11 അത് പറയുന്നുണ്ട്. അഗ്രചർമ്മത്തിലുണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചു. പരിച്ഛേദന ഒരു അടയാളം അഥവാ ഒരു മുദ്രയാണ്. ആയതിനാൽ പരിച്ഛേദന ഇവൻ യഹൂദനായി തീർന്നു, ദൈവപൈതലായി തീർന്നു എന്നതിന് യാതൊരു മാറ്റവും വരുത്തുന്നില്ല. അവൻ നേരത്തെ തന്നെ യഹൂദ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ദൈവപൈതലാണ്. പിന്നീട് 8 ദിവസത്തിന് ശേഷമാണ് പരിച്ഛേദന ഏറ്റത്. പരിച്ഛേദന ഏറ്റില്ലെങ്കിൽ അവൻ ദൈവപൈതലാണ്. ഇതാണ് വാദം. ഇത് എങ്ങനെയാണ് സ്നാനവുമായി ബന്ധപ്പെടുത്തി ശ്രദ്ധിക്കുക. വീണ്ടും ജനനം, യോഹന്നാൻ 3:3 കർത്താവ് നിക്കോദീമോസ് സംസാരിച്ച് വീണ്ടും ജനിക്കണം. അത് സംഭവിക്കുന്നത് വിശ്വാസത്താലാണ്. വിശ്വാസം മാത്രം മതി അതിന്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ അവൻ ദൈവപൈതലായി മാറി. അതാണ് അവനെ ദൈവപൈതലായി മാറ്റിയത്. അവൻ പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ, സൗകര്യം കിട്ടുമ്പോൾ സ്നാനപ്പെട്ടെന്ന് വരാം. ആ സ്നാനം ഈ അടയാളം മുദ്ര എന്നതുപോലെ നേരത്തെ ഇവൻ ദൈവപൈതലായി കഴിഞ്ഞു. സ്നാനമല്ല അവനെ ദൈവപൈതലാക്കുന്നത്, പരിച്ഛേദന പിന്നീട് എടുത്തു. അവൻ കുടുംബത്തെ ജനിച്ചപ്പോൾ തന്നെ ദൈവപൈതലായി. ആ വാദഗതി ഉപയോഗിച്ചുകൊണ്ട് സ്നാനം ഒരുവനെ ദൈവപൈതലാക്കുന്നില്ല. അവൻ നേരത്തെ വിശ്വാസത്താൽ ദൈവപൈതലായി കഴിഞ്ഞു. ഈ വാദഗതി ഉപയോഗിക്കുന്നു. അതിൽ സ്നാനം ആവശ്യമില്ല. ഒരുതരം പൈശാചിക ശ്രമമാണ്. കാരണം ദൈവകൽപ്പനയായ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സ്നാനമെന്ന വിശുദ്ധമായ കൽപ്പനയെ തകർക്കുക. ചില കൂട്ടർ പറയും ഉള്ളിൽ ആന്തരികമായി നടക്കുന്ന ശുദ്ധീകരണത്തിൻ്റെ ബാഹ്യമായിട്ടുള്ളൊരു അടയാളം മാത്രമാണ് സ്നാനം. അത് സ്നാനത്തിൻ്റെ തെറ്റായ ഉദ്ദേശത്തെക്കുറിച്ച് പറയുകയാണ്. അത് വചനപ്രകാരമുള്ളതല്ല ചിന്ത. ആയതിനാൽ ഇക്കൂട്ടരുടെ വാദം സ്നാനത്തിലൂടെയല്ല ഒരുവൻ ദൈവപൈതലാകുന്നത്, വിശ്വാസത്താൽ. വിശ്വാസം മാത്രം മതി. ഈ ഒരു വാദഗതി വളരെ അപകടം പിടിച്ചതും തെറ്റുകൾ നിറഞ്ഞതുമാണ്. അത് കാട്ടുവാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ബൈബിൾ ഒരിക്കലും വീണ്ടും ജനനം, പുതുജനനം വിശ്വാസത്താൽ മാത്രം എന്ന് പഠിപ്പിക്കുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ക്രിസ്തു നിക്കോദീമോസിനോട് പറഞ്ഞു, നീ വെള്ളത്താലും ആത്മാവിനാൽ മാത്രമെന്നല്ല പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. ആദിമ നൂറ്റാണ്ടിലുള്ള വിശ്വാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് പൊതുവായുണ്ടായിരുന്ന ബോധ്യം, ഇവിടെ വെള്ളമെന്ന നിക്കോദീമോസിനോട് കർത്താവ് ഉപയോഗിച്ച വാക്കിൽ വെള്ളം പരാമർശിക്കുന്നത് ജലത്താലുള്ള സ്നാനത്തെക്കുറിച്ചാണ്. കാരണം യോഹന്നാൻ സ്നാപം കടന്നു വന്ന് സ്നാനം നൽകുന്നു. യേശു ഇവിടെ നിന്നുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ സ്നാനം നൽകുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വെള്ളത്താൽ ജനിക്കണം.
അപ്പോൾ അവിടെ വെള്ളമെന്ന് ഉപയോഗിച്ചത് ജലത്താലുള്ള സ്നാനത്തെക്കുറിച്ച് തന്നെയാണ്. പത്രോസിൻ്റെ ലേഖനം, പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളിൽ പത്രോസ് പറയുന്ന വാക്യം നമുക്കൊന്ന് കേൾക്കാം. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 22-23. എന്നാൽ സത്യം അനുസരിക്കയാൽ, സത്യം എന്ത് ചെയ്തു? അനുസരിച്ചു. കേട്ടുകൊണ്ടിരുന്നു എന്നല്ല, വിശ്വസിച്ചു എന്നല്ല, സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രതിക്കായി നിർമ്മലീകരിച്ചിരിക്കുകൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യത്തെ സ്നേഹിപ്പിൻ. അപ്പോൾ നിങ്ങളുടെ ആത്മാക്കൾ നിർമ്മലീകരിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? സത്യം അനുസരിച്ചപ്പോൾ. എന്നിട്ട് 23-ാം വാക്യം, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ വ്യക്തമാണ്, സത്യം അനുസരിക്കാനുള്ളതാണ്. സത്യം അനുസരിച്ചപ്പോഴാണ് വീണ്ടും ജനിച്ചത്. ബൈബിൾ ഒരിടത്തും പറയുന്നില്ല സ്നാനം ഒരു അടയാളമോ മുദ്രയോ ആണെന്ന്. സ്നാനം ഒരു അടയാളമോ മുദ്രയായിട്ട് ബൈബിൾ അവതരിപ്പിക്കുന്നില്ല രക്ഷയോടുള്ള ബന്ധത്തിൽ. പകരം കർത്താവ് യേശു മർക്കോസ് 16:16 ആ സുവിശേഷത്തിൻ്റെ അവസാന അധ്യായമായ മർക്കോസ് 16:16 ഇപ്രകാരം പറഞ്ഞു. കേൾക്കാം, മർക്കോസ് 16:16. ഇവിടെ ക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്: വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ. വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നല്ല, സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നല്ല, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇവിടെ വിശ്വാസം മാത്രം പോരാ, സത്യം കേട്ടാൽ മാത്രം പോരാ, സത്യം അനുസരിക്കണം. അപ്പോഴാണ് വീണ്ടും ജന്മം സംഭവിക്കുന്നത്. ആ വിത്ത് മണ്ണിലിടണം. ഭരണിക്കകത്തോ പാത്രത്തിലിരുന്നാൽ പോരാ. വിത്ത് മണ്ണിൽ നട്ട് മണ്ണുമായി അലിഞ്ഞു ചേർന്ന് മണ്ണിൻ്റെ ചൂടടിച്ച് വിത്തിൻ്റെ പുറംചട്ട പൊട്ടി അത് മുള പുറപ്പെടണം. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ പെന്തക്കോസ്ത് നാളിൽ കൂടി വന്ന ജനങ്ങൾ ഞങ്ങൾ രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിൻ്റെ മുമ്പാകെ ക്രിസ്തുവിൻ്റെ കൽപ്പന അപ്പോസ്തലന്മാർ വിളിച്ചു പറഞ്ഞു. അവരെന്താ പറഞ്ഞത്? പ്രവൃത്തികൾ 2:38 നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അവർ വിശ്വസിക്കാതിരുന്ന ക്രിസ്തുവിനെക്കുറിച്ച് വചനപ്രകാരം പഴയ നിയമ തിരുവെഴുത്തുകൾ പ്രകാരം ദാവീദിൻ്റെയും പ്രവാചകന്മാരുടെയും ഒക്കെ വാക്കുകളിലൂടെ യേശു ദൈവപുത്രനാണ്, മശിഹയാണെന്ന് വ്യക്തമായി പ്രസംഗിച്ച് ആ യേശുവിലുള്ള വിശ്വാസം വന്നതിന് ശേഷം ആണിത് പറഞ്ഞത്. അപ്പോൾ ആ വിശ്വാസം വന്നതോട് പറഞ്ഞ് നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടണമെങ്കിൽ ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മദാനം ലഭിക്കും. അല്ലാത്തവരിൽ പരിശുദ്ധാത്മയുടെ ദാനമില്ല. വിശ്വാസം മാത്രം കൊണ്ട് നടക്കുന്നവരിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇല്ല. എത്ര വ്യക്തമാണ്! ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. റോമർ 8:9. ക്രിസ്തുവിൻ്റെ ആത്മാവിലല്ലാതെ യേശുവിനെ കർത്താവെന്ന് പറയാൻ കഴിയില്ല. 1 കൊരിന്ത്യർ 12. ക്രിസ്തുവിൻ്റെ ഉപദേശം നിലനിൽക്കാതെ അതിർ കടന്നു വന്നു പോകുന്ന ഒരുത്തനും ദൈവവുമില്ല, പിതാവുമില്ല, പുത്രനുമില്ല. യോഹന്നാൻ്റെ ലേഖനം 2-ാം ലേഖനം. ഇപ്പോൾ വളരെ വ്യക്തമായി ബോധ്യപ്പെടുക, ദൈവനത്തെ കോട്ടിക്കളയുന്നൊരു വലിയ സംവിധാനം നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രദ്ധ സ്നാനവും പരിച്ഛേദനയും തമ്മിൽ ബന്ധപ്പെടുത്താൻ നടത്തുന്ന ശ്രമത്തിലേക്ക് നോക്കാം. പലയിടത്തും സ്നാനവും പരിച്ഛേദനയും തമ്മിൽ ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നു. അത് തമ്മിലൊരു സമാന്തരം. പഴയമത്തിലെ പരിച്ഛേദനയാണ് പുതിയമത്തിലെ സ്നാനം എന്ന് വരെ പറയുന്ന വിഭാഗങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു താരതമ്യം തിരിച്ചും അസംബന്ധമാണ്. പഴയമത്തിലെ പരിച്ഛേദനയല്ല പുതിയമത്തിലെ സ്നാനമെന്ന കൽപ്പന. എന്തുകൊണ്ട്? കാരണം പഴയമത്തിലെ പരിച്ഛേദന ആർക്കാണ്? യഹൂദന്മാർക്ക് വേണ്ടി കൊടുത്തതാണ്. യഹൂദ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നവർക്കുള്ളതാണ്, യഹൂദന്മാർക്കുള്ളതാണ്. ഇപ്പോൾ യഹൂദന്മാർ മാത്രമാണോ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ സ്നാനമേറ്റത്? അല്ല. മറ്റൊന്ന്, ഏത് പ്രായത്തിലാണ്? 8ാമത്തെ വയസ്സിൽ, 8ാമത്തെ ദിവസം, ജനിച്ച 8ാം ദിവസം ആണ് പരിച്ഛേദന. അപ്പോൾ സ്നാനം 8ാം ദിവസമാണോ? അല്ല. അത് ആർക്ക്? യഹൂദ ശിശുക്കൾക്ക്. ശിശുക്കൾക്കാണോ സ്നാനം പുതിയ പ്രകാരം? അല്ല. ചിലർ ശിശുക്കളെ സ്നാനപ്പെടുത്തുമ്പോൾ ഈ വാദം ഉപയോഗിക്കും. പഴയമത്തിലെ പരിച്ഛേദന 8ാം ദിവസം നൽകിയില്ലേ, അതുകൊണ്ട് നമുക്ക് ഈ ശിശുവിൻ്റെ തലയിൽ തളിക്കാം, വെള്ളം തളിച്ച് സ്നാനപ്പെടുത്താം, ശിശു സ്നാനത്തെ ന്യായീകരിക്കാൻ. അപ്പോൾ കണ്ടു, പരിച്ഛേദനയും സ്നാനം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പരിച്ഛേദന യഹൂദന്മാർക്ക്, സ്നാനം സുവിശേഷം അനുസരിക്കുന്ന എല്ലാ ജാതികൾക്കും, എല്ലാ മനുഷ്യർക്കും.
പരിച്ഛേദന യഹൂദ ശിശുക്കൾക്ക്, ആൺകുട്ടികൾക്ക് മാത്രം. സ്നാനം ആൺകുട്ടികൾക്ക് മാത്രമാണോ? അല്ല. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ പ്രായപൂർത്തിയായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കുമുള്ളതാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ല സ്നാനം. അത് വിശ്വാസം, സുവിശേഷം കേൾക്കാനും വിശ്വസിക്കാനും മനസ്സാന്തരപ്പെടാനും ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയാനും തയ്യാറുള്ള, കെൽപ്പുള്ള, കഴിവുള്ള, ബോധ്യമുള്ള വ്യക്തികൾക്കുള്ളതാണ്. പക്ഷേ പരിച്ഛേദനയോ ശിശുക്കൾക്ക്, 8 ദിവസം മാത്രമായി പ്രായമുള്ള ശിശുക്കൾക്ക്. ഇതും യാതൊരു ബന്ധവുമില്ല. ബൈബിളിൽ സ്നാനവും പരിച്ഛേദനയും തമ്മിൽ ബന്ധപ്പെടുത്തി പരാമർശിക്കുന്ന ഒരു വേദഭാഗമേ ഉള്ളൂ. അത് കൊലോസ് ലേഖനം 2-ാം അധ്യായം 11 മുതൽ 13 വരെയാണ്. പക്ഷേ അതിൻ്റെ ഉദ്ദേശം വേറെയാണ്. കൊലോസ്യർക്ക് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 13 വരെ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അവനിൽ നിങ്ങൾക്ക്, ഇത് അവനിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ക്രിസ്തുവിലാണ്, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാരശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. 13-ാം വാക്യം, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. ഇപ്പോൾ 2 വാക്കും വരുന്ന ഒരേ ഒരു വേദഭാഗം ഇതാണ്. കൊലോസ്യർ 2:11-13 വരെ. ഈ വേദഭാഗത്തിൽ സ്നാനവും ആത്മീക പരിച്ഛേദന, ചേലാകർമ്മം നടത്തുന്നതിനെക്കുറിച്ചല്ല, ലിംഗത്തിൻ്റെ അഗ്രം വെട്ടിമാറ്റുന്നതിനെക്കുറിച്ചല്ല, ആത്മീക പരിച്ഛേദന തമ്മിൽ ബന്ധപ്പെടുത്തുകയാണ്. പക്ഷെ 2-2ആണ്. സ്നാനവും ആത്മീക പരിച്ഛേദനയും 2-2ആണ്. സ്നാനം അത് വെള്ളത്തിൽ സംഭവിക്കുന്നത്, പൂർണ്ണ നിമഞ്ജനം, വെള്ളത്തിൽ നടക്കുന്നത് മാനുഷികമായ ഒരു കർമ്മമാണ്. പക്ഷേ ആത്മീക പരിച്ഛേദന എന്ന് പറയുന്നത്, പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി നടക്കുന്ന ആത്മീക പരിച്ഛേദന എന്ന് പറയുന്നത് ദൈവപ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ആത്മീക പരിച്ഛേദന ഒരുവൻ സ്നാനമേൽക്കുന്നതിൻ്റെ ഫലമായിട്ട് സംഭവിക്കും, ആ നിമിഷം സംഭവിക്കും. ആത്മീക പരിച്ഛേദന, അവൻ ആത്മീകമായി പരിച്ഛേദന കഴിക്കും. ക്രിസ്തു ജഡത്തിൽ മരിച്ചതുകൊണ്ട്, ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ, ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ, കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന എന്ന് പറഞ്ഞാൽ കർത്താവ് യേശുവിനോട് ചേരുമ്പോൾ ക്രിസ്തുവിൻ്റെ മരണമടക്കം ഉയർപ്പിനോട് അനുഭവപ്പെടുവാൻ സ്നാനമേൽക്കുന്ന നിമിഷം, അതിൻ്റെ അനുഗ്രഹമായിട്ടാണ് ഈ ആത്മീകമായ പരിച്ഛേദന ഈ വ്യക്തിക്ക് ലഭിക്കുന്നത്. അതേ നിമിഷം, സ്നാനപ്പെടുന്ന നിമിഷം. പക്ഷെ 2 അവസ്ഥയാണ്, 2 കാര്യങ്ങളാണ്, 2 പ്രവൃത്തിയാണ്. സ്നാനവും ആത്മീക പരിച്ഛേദനയും. ആത്മീകമായി പരിച്ഛേദന, ആത്മീകമായി വേർതിരിക്കപ്പെടുകയാണ്, ദൈവത്തിനായി വേർതിരിക്കപ്പെടുകയാണ്. ജഡത്തിൻ്റെ മല്ലമോഹങ്ങൾ പഴയ മനുഷ്യനെ കുഴിച്ചിടുകയാണ്, പുതിയ മനുഷ്യനായി മാറുക. അതാണ് പരിച്ഛേദന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിൻ്റെ ഫലമാണ്. ഇപ്പോൾ സ്നാനം എന്നുള്ളത് ഒരിക്കലും ബൈബിളിൽ രക്ഷയോടുള്ള ബന്ധത്തിൽ ശ്രദ്ധിക്കുക, അടയാളം, മുദ്ര എന്ന് പറഞ്ഞിട്ടില്ല. സ്നാനമല്ല അടയാളവും മുദ്രയും. പിന്നെ എന്താണ്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ അധിവസിക്കുവാൻ സ്നാനത്തിൻ്റെ ഫലമായി, അനുസരണത്തിൻ്റെ ഫലമായി നമുക്ക് നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവാണ് അടയാളം അഥവാ മുദ്ര. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ അടയാളം, നാം ദൈവത്തിൻ്റേതാണെന്നുള്ള മുദ്ര. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെതിരെ ലേഖനം, കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 22-ാം വാക്യം. അവിടെ പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്: അവൻ നമ്മെ മുദ്രയിട്ടും, ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നുവരിക്കുന്നു. ആത്മാവിലൂടെയാണ് നമ്മെ മുദ്രയിട്ടത്. ഇപ്പോൾ സ്നാനമല്ല മുദ്ര, ആത്മാവാണ് മുദ്ര. അത് എഫേസ് ലേഖനത്തിൽ കൃത്യമായിട്ട് പോലും ശ്രദ്ധിക്കുക. എഫേസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷമെന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്വത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഇപ്പോൾ സുവിശേഷം കേട്ടനുസരിച്ച് വീണ്ടും ജനിച്ച ദൈവമക്കളെ ദൈവം ആത്മാവ് നൽകി മുദ്രയിട്ടു. പരിശുദ്ധാൻ്റെ മുദ്ര നമുക്ക് നൽകപ്പെട്ടു. വചനമനുസരിച്ച് സ്നാനമേറ്റപ്പോൾ അപ്പോസ്തലർ 2:38 ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? നിങ്ങൾ ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ്
പാവങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. പ്രവൃത്തികളുടെ പുസ്തകം 5-32 വാക്യത്തിൽ പിന്നീട് അപ്പോസ്തലന്മാർ ഇങ്ങനെ വിളിച്ചു പറയും. പ്രവൃത്തികൾ 5:32 അവിടെ പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ വസ്തുതയ്ക്ക് ഞങ്ങൾ ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവ് സാക്ഷികളാണ്. ദൈവത്തെ അനുസരിക്കുന്ന, ദൈവകൽപ്പന അനുസരിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്, മുദ്രയായിട്ടും അടയാളമായിട്ടും. അപ്പോൾ ഇത് തമ്മിലുള്ള ബന്ധം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ചിലർ പഠിപ്പിക്കുന്ന പോലെയല്ല. സ്നാനമല്ല അടയാളവും, സ്നാനമല്ല മുദ്ര. പരിശുദ്ധാത്മാവാണ് ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ അടയാളവും മുദ്രയും. അപ്പോൾ ഈ യഹൂദൻ്റെ ഈ ഒരു അവസ്ഥ ക്രിസ്തീയ അവസ്ഥയും തമ്മിൽ താരതമ്യം ചെയ്താൽ ഏകദേശം ഇങ്ങനെ പറയാം, ശ്രദ്ധിക്കുക. യഹൂദ കുടുംബത്തിൽ ഒരു യഹൂദ ബാലൻ ജനിക്കുമ്പോൾ അവൻ യഹൂദനാണ്, അവൻ ജനനം കൊണ്ട് യഹൂദനാണ്. ആ ജനനം കൊണ്ട് യഹൂദനായ വ്യക്തി 8-ാമത്തെ ദിവസം പരിച്ഛേദന എന്ന ശുശ്രൂഷ ചെയ്തുകൊണ്ട് അത് ഒരു ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ഉടമ്പടിയുടെ അടയാളമായി, മുദ്രയായി അത് സ്വീകരിക്കപ്പെടുന്നു. ഇപ്പോൾ കുടുംബത്തിൽ ജനിച്ചപ്പോൾ യഹൂദനായി, 8-ാം നാളിൽ അവൻ പരിച്ഛേദന ഏറ്റുകൊണ്ട് അവൻ യഹൂദൻ എന്നതിൻ്റെ അടയാള മുദ്രയെ സ്വീകരിക്കുന്നു. പുതിയ ജനനം, വചനത്താൽ ജലത്തിൽ സ്നാനമേറ്റുകൊണ്ടുള്ള പുതിയ ജനനം, യോഹന്നാൻ 3:5, അതൊരു വ്യക്തിയെ ക്രിസ്ത്യാനിയാക്കുന്നു. ക്രിസ്തുവിൻ്റെ അനുയായിയായി മാറ്റുന്നു. ജാതി മത വർഗ വ്യത്യാസങ്ങളില്ല, സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. അവൻ വീണ്ടും ജനിക്കുകയാണ്. അവന് ദൈവം തൻ്റെ ആത്മാവിനെ പകർന്നു കൊടുക്കുന്നു. പ്രവൃത്തികൾ 2:38, പ്രവൃത്തികൾ 5:32. ഈ പരിശുദ്ധാത്മാവ് അവൻ ദൈവ പൈതലാണ് എന്നതിൻ്റെ അടയാളവും മുദ്രയുമാണ്. റോമർ 8:9 ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ഈ സമാന്തരം തന്നെ, താരതമ്യം തന്നെ തികവുള്ളതല്ല, പൂർണ്ണതയുള്ളൊരു താരതമ്യമല്ല ഇത്. കാരണം നമ്മൾ കണ്ടു, യഹൂദ ബാലന്മാർ, ആൺകുട്ടികളാണ് പരിച്ഛേദന ഏൽക്കുന്നത്. അത് തന്നെ ഒരു പ്രശ്നമാണ്. പക്ഷേ സ്നാനം ആൺകുട്ടികൾക്കുള്ളതല്ല, ആൺകുട്ടികൾക്ക് മാത്രമുള്ളതല്ല, പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീക്കും വേണ്ടതാണ്. മാത്രമല്ല 8-ാം ദിവസമാണ് പരിച്ഛേദന. സ്നാനപ്പെട്ടിട്ട് 8 ദിവസം കഴിഞ്ഞിട്ടല്ല ആത്മാവ് കിട്ടുന്നത്. സ്നാനപ്പെടുന്ന നിമിഷം തന്നെ, അവൻ വീണ്ടും ജനിക്കുന്ന നിമിഷം തന്നെ ആത്മാവും കിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ താരതമ്യം, ഈ സമാന്തരം പൂർണ്ണതയിലൊന്ന് പറയും. എങ്കിലും പൊതുവായിട്ടുള്ള പലത് ഇതിനകത്തുണ്ട്. ഒരു കാര്യം മാത്രം ഓർക്കുക, പഴയ നിയമത്തിലെ പരിച്ഛേദനയല്ല പുതിയ നിയമത്തിലെ സ്നാനം. രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം പരിച്ഛേദന യഹൂദനുള്ളതാണ്, യഹൂദ ആൺകുട്ടികൾക്കുള്ളതാണ്, 8-ാം ദിവസമുള്ളതാണ്, സ്ത്രീകൾക്കുള്ളതല്ല. പക്ഷേ സ്നാനം സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, സുവിശേഷം കേൾക്കുന്ന, മാനസാന്തരപ്പെടുന്ന, ക്രിസ്തുവിൻ്റെ വിശ്വാസം ഏറ്റുപറയുന്ന പ്രായപൂർത്തിയായ എല്ലാവർക്കുമുള്ളതാണ്. അതുകൊണ്ട് പരിച്ഛേദന സ്നാനം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മാത്രമല്ല യഹൂദനായ ഒരു കുടുംബത്തിൽ ജനിച്ചു വീഴുമ്പോൾ തന്നെ യഹൂദനാണ്. 8-ാം ദിവസം ആ ബന്ധത്തിൻ്റെ, ദൈവമായുള്ള ബന്ധത്തിൻ്റെ അടയാളമായി പരിച്ഛേദന ഏൽക്കുന്നു. പക്ഷേ ദൈവ പൈതൽ സുവിശേഷം കേട്ട് കർത്താവ് യേശുവിൽ വിശ്വസിച്ച് വീണ്ടും ജനിക്കുമ്പോൾ ആ ജനിക്കുന്ന നിമിഷം തന്നെ അവനെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നൽകി ദൈവനെ മുദ്രയിടുന്നു. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അല്പം കൂടി കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. രണ്ടാമത്തെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് നാളെ ചിന്തിക്കാം. ഉപദേശം കൃത്യമായി വ്യക്തമായി വചനപ്രകാരം പഠിച്ചാൽ നമുക്ക് ഉറപ്പുണ്ടാകും. നമ്മുടെ എല്ലാ ആത്മീയ കാര്യങ്ങളെ ഇത് ബാധിക്കും, സ്വാധീനിക്കും, സഹായിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.